ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസാഇലുൽ ഫിഖ്, 3ാം ക്ലാസ്സിലെ മസാഇലുൽ ഫിഖ് അദ്ദർസു ഹാമിസ് 5ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. നമുക്ക് പാഠം മനസ്സിലാക്കാം. പാഠത്തിൻ്റെ ആദ്യ ഭാഗം അവിടെ വായിക്കേണ്ട ഒരു ഭാഗമുണ്ട്, അതൊന്ന് മനസ്സിലാക്കാം. എന്താണ്? സൽമാന് ഒന്നും ഇല്ലാതെയാണ് മുസഫിൻ്റെ കഷ്ണം തൊടുന്നത്. മുസഫിൽ നിന്ന് പറഞ്ഞു വീണ പേജ് എടുത്തു നോക്കുകയായിരുന്ന സൽമാനോട് ഉമ്മ ചോദിച്ചു, മുസഫിൻ്റെ പേജ് തൊടാനും ഉളൂ വേണോ? സൽമാൻ ചോദിച്ചു. മുസ്ഹഫ് മാത്രമല്ല, ഖുർആനിൻ്റെ ഏതു ഭാഗം തൊടാനും എടുക്കാനും ഉളൂ വേണം. മുസ്ഹഫ് സൂക്ഷിച്ച കവർ, പെട്ടി തുടങ്ങിയവ മുസ്ഹഫ് അതിലുള്ളപ്പോൾ ഉളൂ ഇല്ലാതെ തൊടലും എടുക്കലും കുറ്റകരമാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അത് നിലത്തോ വൃത്തിയില്ലാത്ത സ്ഥലത്തോ വെക്കാൻ പാടില്ല. മുസ്ഹഫിനെ ആദരിക്കണം. അത് കൊണ്ടുവരുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. അതിന് നേരെ കാൽ നീട്ടുകയോ അതിനോട് അനാദരവ് കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. വകതിരിവാകാത്ത കുട്ടികളുടെ കയ്യിൽ അത് കൊടുക്കാൻ പാടില്ല. മദ്രസയിലേക്ക് പോകുമ്പോഴും മുസ്ഹഫ് എടുക്കാൻ ഉളൂ വേണോ? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. ഉമ്മ പറഞ്ഞു. ഖുർആനിനെ ബഹുമാനിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ പാഠത്തുനിന്ന് ഖുർആൻ എടുക്കാനും തൊടാനും ഉളൂ നിർബന്ധമില്ല. ആർക്കാണ്? വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠന ആവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. മനസ്സിലാക്കുക. ഖുർആനിനെ ആദരിക്കൽ എന്നതിനെ കുറിച്ച് ഈ പാഠത്തു നിന്ന് 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളൊരു ചോദ്യം വരാം. അപ്പം നമുക്ക് ഈ ഫസ്റ്റ് വരുന്ന ഈ പാരഗ്രാഫ് എഴുതി കൊടുക്കാം, മനസ്സിലാക്കി പഠിക്കുക. അപ്പം അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇതിൻ്റെ തദ്രിബാത്ത് നോക്കാം. അപ്പോൾ പാഠത്തിൻ്റെ അവസാനത്തിൽ വരുന്ന വേർഡ്സുകളൊക്കെ വായിച്ച് മനസ്സിലാക്കുക എല്ലാവരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് തദ്രിബാത്ത് നോക്കാം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്. അപ്പം എന്താണ് ഇതിൻ്റെ തദ്രിബാത്തിൽ വരുന്നത്? നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ആദ്യം വരുന്നത്. എന്താണ്? മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉളൂ വേണ്ട ആർക്ക്? അപ്പോൾ നമ്മൾ പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അപ്പം അത് എല്ലാവരും അവിടെയൊക്കെ എഴുതുക. വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് എഴുതുക. അടുത്ത ചോദ്യം എന്താണ്? മുസ്ഹഫ് സൂക്ഷിക്കുന്ന കവർ തൊടാനും എടുക്കാനും ഉളൂ വേണം. എപ്പോഴാണ്? മുസ്ഹഫ് സൂക്ഷിക്കുന്ന കവറ്, പെട്ടി തുടങ്ങിയവ മുസ്ഹഫ് അതിലുള്ളപ്പോൾ ഉളൂ ഇല്ലാതെ തൊടലും എടുക്കലും കുറ്റകരമാണ്. അപ്പം മുസ്ഹഫ് അതിലുള്ളപ്പോൾ മനസ്സിലാക്കി എഴുതുക. മുസ്ഹഫ് അതിലുള്ളപ്പോഴാണ് തൊടാനും എടുക്കാനും ഉളൂ വേണ്ടത്. മനസ്സിലാക്കുക. ഇനി നംലവുൽ ഫറായ് വിട്ട ഭാഗം പൂരിപ്പിക്കണം. എന്താണ്? ഖുർആൻ ഡാഷ് കലാമാണ്. എന്താണ്? ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. ഖുർആൻ അല്ലാഹുവിൻ്റെ കലാമാണ്. അടുത്തത് മുസ്ഹഫ് എടുക്കാനും തൊടാനും ഉളൂ വേണം. മുസ്ഹഫ് തൊടാനും എടുക്കാനും ഉളൂ വേണം. അടുത്തത് മുസ്ഹഫ് നിലത്തോ വൃത്തിയില്ലാത്ത സ്ഥലത്തോ വെക്കാൻ പാടില്ല. മുസ്ഹഫുമായി വരുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. മുസ്ഹഫുമായി വരുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. അപ്പോൾ ഇവിടെ അത് കൊണ്ടുവരുമ്പോൾ, അപ്പം മുസ്ഹഫുമായി വരുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. അടുത്തത് മുസ്ഹഫിനോട് ഡാഷ് കാണിക്കാൻ പാടില്ല. എന്താണ്? മുസ്ഹഫിനോട് അനാദരവ് കാണിക്കാൻ പാടില്ല. അടുത്തത് ഇവിടെ വരുന്നത് നക്തുബുൽ ഫിക്ർ കണ്ണിക എഴുതാനാണ്. മുസ്ഹഫിനെ ആദരിക്കൽ. അപ്പോൾ നമ്മൾ
പാഠഭാഗം എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു മുസഫിനെ ആദരിക്കൽ, ഖുർആനെ ആദരിക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഫസ്റ്റ് വരുന്ന ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കുക. എന്താണ്? ഖുർആനിൻ്റെ ഏത് ഭാഗവും തൊടാനും എടുക്കാനും ഉളൂ വേണം. അത് മുസഫ്, സൂക്ഷിച്ച കവറ്, പെട്ടി തുടങ്ങിയവ അതിലുള്ളപ്പോൾ എടുക്കാനും തൊടാനും ഉളൂ വേണം. അല്ലാതെ എടുക്കലും തൊടലും കുറ്റകരമാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അത് നിലത്തോ വൃത്തിയില്ലാത്ത സ്ഥലത്തോ വെക്കാൻ പാടില്ല. മുസ്ഹഫിനെ ആദരിക്കണം. അത് കൊണ്ടുവരുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. അതിനു നേരെ കാൽ നീട്ടുകയോ അതിനോട് അനാദരവ് കാണിക്കുകയോ ചെയ്യാൻ പാടില്ല. വകതിരിവാകാത്ത കുട്ടികളുടെ കയ്യിൽ അത് കൊടുക്കാൻ പാടില്ല. വകതിരിവായ ചെറിയ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് മുസഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്. അപ്പോൾ ഈ പാഠം തന്നെ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ആ രീതിയിൽ നന്നായി എല്ലാവരും പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ഈ പാഠഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, മനസ്സിലാക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.